sir. And Rabish, I think it's a very monstrous effort that പറഞ്ഞ പോലെ ഈ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മെട്രോ പ്രോജക്റ്റ് പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മ്യൂസിക്, സ്ക്രീൻ പ്ലേ, DOP, ഡയറക്ഷൻ, ഇസ് ദർ എനിത്തിങ് ലെഫ്റ്റ്? So fantastic effort, and I really wish the best for this whole team, and I really hope our industry actually needs talents like them. ഇനി ഒരുപാട് ഇതുപോലത്തെ നല്ല നല്ല ഇൻഡിപെൻഡൻറ്റ് കഥകൾ വരട്ടെ, നല്ല സിനിമ സാധിക്കട്ടെ. താങ്ക് യു. Thank you so much, sir. Good evening, everyone. ഇതൊരു അസാധ്യ യാത്രയായിരുന്നു സിനിമയിൽ. ഈ പിള്ളേർ ഒരു 15 പേര് ചേർന്നാണ് ഈ കാണുന്ന ട്രെയിലറിൽ ഉൾക്കൊള്ളുന്ന സിനിമ ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ ഞാൻ മഹേഷോട് സംസാരിച്ചത് അതായിരുന്നു. ഒന്ന്, ഈ രതീഷിൻ്റെ ഇപ്പോൾ അശ്വിൻ പറഞ്ഞ പോലെ മെട്രോ പോലെ നീളുന്ന അവൻ്റെ ക്രെഡിറ്റ് ലിസ്റ്റ്. അതിന് കാരണം നമ്മളവിടെ ഒരു ചായക്ക് $10 കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. എല്ലാം നമ്മൾ ചെയ്യുക, എല്ലാവരും എല്ലാം ചെയ്യുക, ഒരുപാട് ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നു. ഇവർ 6 മാസം 7 മാസം എൻ്റെ നിരന്തര ഫോൺ കോളുകളുടെ ഒടുവിൽ എൻ്റെ ഭാര്യ പറഞ്ഞു, സാർ അല്ലെങ്കിൽ കുറെ പടപടം ചെയ്തില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ കണ്ടാൽ മതി ഇത്. അങ്ങനെ മണി വേറെ ഒന്നുമില്ല, സ്ക്രിപ്റ്റോ ഒന്നുമല്ല അതിൻ്റെ പ്രശ്നം. നീ ന്യൂയോർക്ക് ഒരു 18 മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരിക്കണമല്ലോ എന്നറിയില്ല. എൻ്റെ ഫ്ലൈറ്റിൽ ബ്രേക്കിംഗ് പോയിന്റ് 8 മണിക്കൂറൊക്കെ, യൂറോപ്പ് ലണ്ടനൊക്കെ വരെ ഓക്കെ. അതിനപ്പുറം പിന്നെ ഒറ്റയ്ക്ക് ബാക്കി ഫ്രണ്ട്സ് ഉണ്ടാവും, രതീസ് ഉണ്ടാവും, രാജു ഉണ്ടാവും, അങ്ങനെ രാജു ഉണ്ടാവും, അല്ലെങ്കിൽ ഓഫ് കോഴ്സ് ഫാമിലി ഉണ്ടാവും. ഇതൊന്നും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് പറ്റാവുന്ന എക്സ്ക്യൂസുകളൊക്കെ ഞാൻ അത്ര മാർക്കറ്റുള്ള നടന്നില്ല, എന്നെക്കാളുണ്ടാവുന്ന എത്രയോ നടന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എക്സ്ക്യൂസുകൾ പറഞ്ഞ് ഇതിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഭാഗ്യമോ നിർഭാഗ്യമോ അവരുടെ ഞാനായി. പിന്നെ അവിടെ ചെന്നപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാവരുടെയും ഡയലോഗുകൾ അറിയാവുന്ന ഒരു സ്ക്രിപ്റ്റ്. ഇത് രേഖയ്ക്ക് രാജയുടെ ഡയലോഗ് അറിയാം, സുനിത്തിന് ശ്യാമിൻ്റെ ഡയലോഗ് അറിയാം. അപ്പം അത്രയും വെൽ വേഴ്സ്ഡ് ആയിരുന്നു അവർ ഈ സിനിമയിൽ. കാരണം നമ്മൾ എപ്പോഴൊക്കെയോ ടേക്കൺ ഫോർ ഗ്രാൻഡ് ആയി കണ്ട ഈ മാധ്യമം നമുക്കൊക്കെ ഈ നമ്മുടെ ഫോർമാറ്റീവ് ഇയേഴ്സിൽ ഇപ്പം പാർവതി പ്രസിഡന്റിലെ പോലെ നമ്മുടെ ഫോർമാറ്റീവ് ഇയേഴ്സിൽ നമ്മളൊരു കോക്ടെയിൽ ചെയ്യുമ്പോഴോ തിരക്കത്ത് ചെയ്യുമ്പോഴോ ബ്യൂട്ടിഫുൾ ചെയ്യുമ്പോഴോ ഒക്കെ ഉണ്ടാകുന്ന ഒരു ഇൻറ്റൻസിറ്റി ഉണ്ട് നമ്മുടെ ആഗ്രഹത്തിന്. അത് പതുക്കെ വെയിൻ ചെയ്ത് പോകും. വെയിൻ ചെയ്ത് പോകുമെന്നാണ് പറയാറുള്ളത്, പക്ഷെ സത്യസന്ധമായി പറഞ്ഞാൽ വെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ വെയിൻ ചെയ്യാത്ത ഒരു ഇൻറ്റൻസിറ്റി, പാഷനും കമ്മിറ്റ്മെന്റും ഒക്കെയുള്ള ഒരു സംഘം ചെറുപ്പക്കാരെയുമാണ് ഞാൻ നടക്കുന്നത്. ദാറ്റ് ഇൻ ടേൺ എൻ്റെ ഈ സിനിമയുടെ ഏറ്റവും വലിയ ടേക്ക് അവേ എന്ന് പറയുന്നത് that sort of rekindled my interest in cinema acting. എഴുതാനും സംവിധാനം ചെയ്യാനും ഒക്കെ ഇപ്പോഴും അതേ ഇത് എന്നിലുണ്ട്. പക്ഷെ ഒരു ആക്ടർ എന്ന രീതിയിൽ I was lagging behind. ഒരു റിന്യൂഡ് എനർജി എനിക്ക് ഈ കുട്ടികൾ തന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ ഇവരെല്ലാം തന്നെ 10 മണിക്കൂർ ജോലി ചെയ്യുന്ന ആളുകളാണ്, ഒന്നും ഒഴിയാതെ. ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരും തന്നെ അവർക്ക് ഒരു 9 to 5 ജോബുള്ള വളരെ വലിയ പദവികളിൽ ഇരിക്കുന്ന ആളുകളാണ് ഇവരെല്ലാം. ഒരുപക്ഷെ ഇവിടുത്തെ ഒരു സാധാരണ ആക്ടർക്കാൾ ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാം. പിന്നെ ഇവര് ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള ധനം കണ്ടെത്തിയ മാർഗം അതൊക്കെ ഒരു പവർ പോയിന്റ് പ്രസന്റേഷനിൽ ഒരു സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് കമ്പ്യൂട്ടർ ലോഗരിതമിലൊക്കെ നമുക്ക് വെച്ചാൽ നല്ലൊരു മൊഡ്യൂളാവും ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്ക്. അത്രയും പ്ലാൻഡ് ആയിരുന്നു ഈ കുട്ടികൾ. ഇതിൻ്റെ ഫിനാൻഷ്യൽ ആസ്പെക്റ്റ് ഒരു ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ചും ഇന്നത്തെ മലയാള സിനിമയുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഒരു സിനിമയുടെ റിട്ടേൺസ് ഉണ്ടാവുമെന്ന്
ആശങ്കപ്പെട്ടിരിക്കുന്ന സമയത്ത്. ആൻഡ് ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ ടൈം ഇൻ ന്യൂയോർക്ക്. അതിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് ഞാനവിടെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് ഒന്ന് കുളിച്ച് വെളിയിൽ വന്നപ്പോൾ 3 വീഡിയോസ് ആയിരുന്നു. ഞാൻ പടക്കം പൊട്ടിക്കുന്നത് ന്യൂയോർക്കിൽ ഈ സമയത്ത് എന്ന് പറയുമ്പോൾ ഇവരെല്ലാം രതീഷും ശ്യാമും സുഹൃത്തും എല്ലാം കൂടെ കയറി വരും. ഞാൻ ചെന്നോണ്ട് ഇവിടെ പടക്കം പൊട്ടിച്ചു. അപ്പം ഈ താഴെ പോലീസൊക്കെ വന്ന് നിറയുന്നുണ്ട്, 10-20 കാറൊക്കെ വന്ന് നിറയുന്നുണ്ട്. എന്തോ ഒരു ഇതുണ്ടായിരുന്നല്ലോ, എന്തോ പ്രശ്നം എന്നപ്പം വളരെ ക്യാഷ്വലായിട്ട് ഞാൻ പറയുന്നു, അവിടെ എങ്ങനെയാണെന്ന് വിനീസ് കൊടുക്കുന്നതാണ്. ഫസ്റ്റ് ഡേ അമേരിക്കയിൽ ചെന്നിറങ്ങിയത്. ഓൾമോസ്റ്റ് ഈ റിമൈൻഡർ ഓഫ് വാട്ട് ഐ ഹാവ് സൈൻഡ് അപ്പ് ഫോർ. അപ്പുറത്തെ മോളിൽ ഒരു ഷൂട്ടിംഗ് നടന്നതാണ്. ഇതിനുശേഷമുള്ള 50ഓളം ദിവസങ്ങളിൽ കണക്റ്റിക്കട്ടിലും ന്യൂയോർക്കിലുമുള്ള എത്രയോ ഡൈനേഴ്സിൽ നിങ്ങൾ രാത്രി 3 മണിക്കും 4 മണിക്കും ഒക്കെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ഏതോ ഒരു തോക്കിൻ പുന നമ്മളിലേക്ക് നീളുന്നത് നമ്മളിങ്ങനെ സ്വപ്നങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നു. Notwithstanding that, it was a very beautiful experience to be with these very talented youngsters. And അതാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന സിനിമ. ഇവരുടെ 4 വർഷത്തെ അധ്വാനം. എല്ലാ സിനിമയും ഒരുപാട് പ്രധാനമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഒരു 9 to 5 ജോലിയുള്ള ഒരു സംഘം ആളുകൾ ചേർന്ന് അമേരിക്കയിൽ നിന്ന് സിനിമയുമായി ഒരു അർത്ഥത്തിൽ പുനരർത്ഥം പോലും ഇല്ലാത്ത കുറെ ആളുകൾ അവർ ചേർന്നൊരുക്കിയ സിനിമയാണെന്ന് പറയുമ്പോൾ ഈ ട്രെയിലറിന് ഈ സിനിമയ്ക്ക് ഒരു അസാധ്യ ടിക്കറ്റ് കൊടുക്കാതെ പറ്റും. And also thanks to Heidi, thanks to Mahesh Narayanan, Vedan, Nitya for coming, and Dilsha, my heroine in Cinderella. So thank you so much. It was a lovely evening. Thank you so much for taking so much time from your busy schedules. Thank you. ഞങ്ങൾ ഈ സമയത്ത് we have to remember some names. ഈ സിനിമയിൽ ഇവരെക്കാളും ചിലപ്പോൾ രതീഷിനെക്കാളും ഒക്കെ ഉറക്കമൊഴിച്ചിട്ടുള്ള ആളുകൾ അവിടെ അമേരിക്കയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ സെൽഫ്ലെസ് ആണ്. കാരണം അവരുടെ പേര് പോലും ഇതിനകത്തില്ല. പേര് പോലും നിങ്ങൾ ശ്രദ്ധിക്കാൻ ഏറ്റവും അടിത്തട്ടിൽ കുറെ പേരുകളിൽ ഒരാൾ മാത്രമാവും എന്ന് ഉറപ്പുണ്ടായിട്ടും ഈ സിനിമയ്ക്ക് വേണ്ടി അവരുടെ എല്ലാം തിരിച്ചു നിൽക്കുന്ന സൗമ്യ, ബാല, മൈ ശ്യാം, അങ്ങനെ ഒരുപാട് പേര്, സ്വപ്നയിൽ ശിവ, അഞ്ജലി വന്നിരുന്നു അല്ലേ, വെരി ഗുഡ് മേക്ക്. അങ്ങനെ ഒരുപാട് പേര്. Thank you so much for being here. It was a lovely evening with you all. Thank you. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെന്നൈ ടീമിനോട് ചോദിക്കാവുന്നതാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളായി 36 ഇന്റർവ്യൂകൾ കൊടുത്ത സ്ഥിതിക്ക് എന്നോടോ ഇവരോടോ ഒന്നും ചോദിക്കാറുണ്ട്. ഞാനൊരു ചോദ്യം ചോദിച്ച് വൈകിട്ട് എന്തൊരു ചോദ്യം ഓക്കെ. ചേട്ടൻ നായകനാണോ വില്ലനാണോ? കുട്ടിയുടെ തലകടിക്കുന്നത് കണ്ടു, കൂടെ നല്ല പാട്ട് പാടുന്നത് കണ്ടു. ഇതിൽ നായകൻ രേഖയും നായികയോടും നിങ്ങളുടെ മുന്നിലേക്ക് ഓഗസ്റ്റ് 8-ാം തീയതി എത്തുകയാണ്. സോ ഓൾ ദി ബെസ്റ്റ് ടീമിനും. And thank you so much. ഞങ്ങളെ ജോയിൻ ചെയ്ത എല്ലാവർക്കും thank you so much to media നിങ്ങൾക്കാണ് എല്ലാ അഭിവാദ്യങ്ങളും. താങ്ക് യു. ഏറ്റവും ആദ്യം വന്നത് നിങ്ങളാണ്. താങ്ക് യു ഈച്ച് ആൻഡ് എവരി വൺ. പ്ലീസ് ഒറ്റ വാക്കിൽ കഠിനാധ്വാനം, അത് മാത്രമേ പറയാൻ. കളഞ്ഞ കഠിനാധ്വാനം. ഇതിന്റെ മേലെ അങ്ങനെ കഠിനാധ്വാനം ചെയ്യാൻ പറ്റില്ല. 8 മണിക്കൂർ ജോലി ചെയ്യുക, ബാക്കി 8 മണിക്കൂർ ഷൂട്ട് ചെയ്യുക, 3 മണിക്കൂർ ഉറങ്ങി. കഴിഞ്ഞ 3 കൊല്ലം വേണ്ടി പിള്ളേരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സോ അതിന് വേറെ ഒരു ബാക്കി സിൻസിയറിറ്റി വിത്ത് ഡിറ്റർമിനേഷൻ. ഞാൻ അനുഭവത്തിനെ ഒരു പേര് വിളിച്ചു PPP, പാഷനേറ്റ് പോസിറ്റീവ് പീപ്പിൾ പേഴ്സൺ.
ഞാൻ വിളിക്കുന്നത് അവസാനം പേഴ്സണാണ്. പക്ഷെ രതീഷിനെ ഞാൻ വിളിക്കുന്നത് ഗുഡ് LCC, ഗുഡ് ലിസണർ, കമ്മ്യൂണിക്കേറ്റർ ആൻഡ് ചേഞ്ച് ഏജന്റ്. യു മേഡ് എ ഡിഫറൻസ് ഇൻ ദ പീപ്പിൾസ് ലൈഫ്, യു മേഡ് എ ഡിഫറൻസ് ഇൻ ദ മൂവി. ഒരു പഴയ ബാലചന്ദ്രനെ തിരിച്ചു വന്നോ എന്ന് പോലും നാം സംശയിക്കുന്നു. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും ഒരു ഉദാഹരണമാണ്